ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ പ്രതാപ, ചുറ്റും ശത്രുക്കളാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു നിന്നോട്. നിർത്തടി നിന്റെ കളക്കരച്ചില്. താങ്ക് യു സർ, താങ്ക് യു. ഞാൻ അംബിക വർമ്മ. ഇന്ത്യൻ ഭരണഘടനയോട് സത്യനിഷ്ഠ പുലർത്തുമെന്നും ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി എന്റെ ചുമതല ഭയമില്ലാതെയും പക്ഷാഭേദമില്ലാതെയും വിശ്വാസപൂർവം നിർവഹിക്കുമെന്നും ദൈവത്തെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു സർ. ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവരെന്ത് എത്ര താമസിക്കുന്ന യാമിനി? अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. विद्याभ्यास वകുപ്പ് मंत्री अंबिका वर्मा की जय, विद्याभ्यास वകുപ്പ് मंत्री अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय, अंबिका वर्मा की जय. മതി മതി, തൽക്കാലം ഇത്രയൊക്കെ മതി. അമിത ആഹ്ലാദത്തിനുള്ള സമയമല്ലല്ലോ ഇത്.
ഞാൻ എന്റെ പൊന്നു മോനെ പോലെ കരുതുന്ന എന്റെ ആങ്ങള പ്രതാപന് സുഖമില്ല. അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സന്ദർഭം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതേ ആ കസേരയോടുള്ള മോഹം കൊണ്ടൊന്നുമല്ല. എന്റെ അനിയൻ ചെയ്യാനുള്ള കടമകൾ എനിക്ക് നിറവേറ്റണം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം. അതിനു മാത്രമാണ്. ആഹ്ലാദമൊക്കെ നമുക്ക് പിന്നീടാകാം. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും ഒക്കെ നന്ദി. ഇപ്പൊ പിരിഞ്ഞു പോണം. നിങ്ങൾ സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാ മുദ്രാവാക്യം വിളിക്കുന്നത്. പക്ഷേ അത് സുഖമില്ലാതെ കിടക്കുന്ന എന്റെ പൊന്നാങ്ങളയ്ക്ക് ഇപ്പൊ അസ്വസ്ഥതയാവും. നമുക്ക് പാർട്ടി ഓഫീസിൽ വെച്ച് കാണാം. എല്ലാരും അങ്ങോട്ട് വരൂ. ഞാനൊന്ന് അകത്തോട്ട് കയറിക്കോട്ടെ. ആ ശരി. രാജു, നമുക്കച്ഛന് അകത്തുകൊണ്ടുപോയി കിടത്താം. മോനെ പ്രതാപ, എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ ഈശ്വര. സൂക്ഷിച്ച് നടക്കണേന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം ഉപദേശിച്ചതാ. നീ എന്തെങ്കിലും കേട്ടോ? പൊതുജന സേവനം എന്ന് പറഞ്ഞ് ഓടി നടന്നു. അവസാനം കിട്ടിയല്ലോ. രാജു, നമുക്ക് അച്ഛനകത്തേക്ക് കൊണ്ടുപോവാം. നിക്ക. ഞാൻ എന്റെ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് എന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് കരഞ്ഞു തീർത്തോട്ടെ. മോനെ പ്രതാപ, ചുറ്റും ശത്രുക്കളാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു നിന്നോട്. നിർത്തടി നിന്റെ കള്ളക്കരച്ചില്. അവളുടെ ഒരു മുതലക്കണ്ണീര്. അകലെ